കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ, അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ കുറിയേൽപ്പിക്കുന്നു. നീ തന്നെ ആത്മാവിന് രക്ഷയേകുന്നു. അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സൃഷ്ടിച്ച് ഓരോ ദിവസവും അങ്ങയുടെ സ്നേഹത്താൽ പൊതിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇന്നങ്ങയെ കാണുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങ് നൽകിയ ദാനങ്ങളും അനുഗ്രഹങ്ങളും ഓർക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്നതിന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളോടൊപ്പം എന്നും അങ്ങുണ്ട് എന്ന് കാട്ടിത്തരുവാൻ, ഞങ്ങൾക്ക് കാണുവാനായി വിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഞങ്ങൾ കാണാത്തപ്പോഴും പോലും ഞങ്ങളോടൊത്തു വസിക്കുന്ന കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞങ്ങളോട് കൂടെയായിരുന്നു കൊണ്ട് ഞങ്ങളെ അറിയുന്ന കർത്താവേ, അറിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു,
അങ്ങേക്കു ഞങ്ങൾ നന്ദി പറയുന്നു. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങൾക്കിടയിലും കടന്നു പോകുന്നതിനിടയിൽ ചില സമയത്തെങ്കിലും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങ് കൂടെയുള്ളത് കാണുവാൻ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെ അങ്ങ് അടുത്തു തന്നെയുണ്ടെന്ന് കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് കർത്താവെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്കു ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്കിടർച്ചകളുണ്ടാകുമ്പോഴും, ഞങ്ങൾ വഴിതെറ്റിപ്പോകാൻ ഇടയാകുമ്പോഴും, ഇടറി വീടുമ്പോഴും ഒട്ടും കോപമില്ലാതെ സ്നേഹത്തോടെ വന്ന് ഞങ്ങളെ താങ്ങിയെടുക്കുന്ന കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കുന്ന കർത്താവെ, ഞങ്ങളെ അറിഞ്ഞ് കരുണ കാണിക്കുന്ന കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്കു ഞങ്ങൾ നന്ദി പറയുന്നു. ഈ മഹാമാരിയുടെ ഇടയിലും ഇനി എന്ത് എന്നറിയാതെ ഞങ്ങൾ ഉണരുമ്പോഴും, ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പോലും വലയുമ്പോഴും, കർത്താവെ, പരിശുദ്ധ അമ്മയെ പോലെ പ്രത്യാശയോടെ അങ്ങിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ മഹാമാരിയുടെ ഇടയിൽ അനേകം ആളുകളിലേക്ക് നന്മയുടെയും കരുണയുടെയും കരങ്ങൾ നീട്ടി അവരിലൂടെ അനേകരെ ആശ്വസിപ്പിക്കുന്ന കർത്താവെ, സ്വന്തം സംരക്ഷണം പോലും വകവയ്ക്കാതെ അനേകർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ, അനേകരെ സഹായിക്കുവാൻ ഒത്തിരിയേറെ മനുഷ്യർക്ക് പ്രേരണ നൽകുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുകയാണ്, എത്രയൊക്കെ വേദനയുണ്ടെങ്കിലും, എത്രയൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും, എത്രയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിലും, അതിനേക്കാളെല്ലാം എത്രയോ അധികമാണ് അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ. ഇതിനെല്ലാം അപ്പുറം അങ്ങ് ഞങ്ങളെ നയിക്കാനിരിക്കുന്ന ഒരു നല്ല ഭാവി. ഇതിനെയെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒത്തിരിയേറെ പ്രാർത്ഥനകളുണ്ട് അങ്ങേക്ക് സമർപ്പിക്കുവാൻ. അങ്ങേക്കെല്ലാം സാധ്യമാണ് എന്നുള്ള ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ഈ ഓരോ പ്രാർത്ഥനകളും. കർത്താവെ, ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും, ഞങ്ങളുടെ ആവശ്യങ്ങളും, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരുടെയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ഇപ്പോൾ ആവശ്യമായിരിക്കുന്ന ഓരോരുത്തരുടെയും മുഖങ്ങളെ ഞങ്ങൾ അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ സമർപ്പണത്തോടെയാണ് ഇന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നത്, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നത്, അങ്ങേക്ക് നന്ദി പറയുന്നത്. ഞങ്ങളുടെ ജീവിതം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു.
കാഴ്ചകൾ അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതിമോദം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. കർത്താവായ യേശുവേ, പരിശുദ്ധ അമ്മയും അങ്ങേ പിഞ്ചെന്ന സകല വിശുദ്ധരും തങ്ങളുടെ ജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു സത്യമുണ്ട്. ജീവിതത്തിൽ വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാകാം, ദുഃഖങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകാം, വേദനകളുണ്ടാകാം. എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, നിന്റെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ ദൈവമെല്ലാം നന്മയ്ക്കായി ക്രമപ്പെടുത്തുന്നു. നിന്റെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ ദൈവമെല്ലാം നന്മയ്ക്കായി ക്രമപ്പെടുത്തുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയ്ക്കിടയിലും ഏറ്റവും വലിയ സഹനത്തിനിടയിലും ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയായി ഞങ്ങൾക്ക് കാട്ടിത്തരുന്നു. നിന്റെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ ദൈവമെല്ലാം നന്മയ്ക്കായി ക്രമപ്പെടുത്തുന്നു. കൈത്താകാലത്തിൽ സുവിശേഷം പ്രസംഗിച്ച സ്ലീഹന്മാരെ ഞങ്ങൾ ഓർക്കുമ്പോൾ ഈ സ്ലീഹന്മാരും ഞങ്ങൾക്ക് കാട്ടിത്തരുന്നു സകലവിധ മതപീഡനങ്ങളുടെയും സകലവിധ വേദനകളുടെയും പരീക്ഷണങ്ങളുടെയും ഇടയിൽ തങ്ങളുടെ വിശ്വാസം ഒന്നു മാത്രമായിരുന്നു: ദൈവത്തിൽ ആശ്രയമെങ്കിൽ എല്ലാം നന്മയ്ക്കായി അവൻ ക്രമപ്പെടുത്തുന്നു. കർത്താവേ, ഈ മഹാമാരിയുടെ ഇടയിൽ, പ്രതീക്ഷിതമായിരിക്കുന്ന ഒരു പ്രളയത്തിനിടയിൽ
ഇനി ഭാവി എന്തെന്നറിയാത്ത ഈ ദിവസങ്ങൾക്കിടയിൽ ഞങ്ങളും അങ്ങിൽ ആശ്രയിക്കുന്നു. കാരണം ഞങ്ങൾക്കറിയാം അങ്ങിലാണ് ആശ്രയമെങ്കിൽ സർവം നന്മയ്ക്കായി ക്രമപ്പെടുത്തുവാൻ കഴിവുള്ളത് അങ്ങേക്ക് മാത്രമാണെന്ന്. ഞങ്ങൾക്ക് കാണുവാൻ കഴിയാതിരുന്ന എത്രയോ നന്മകളും അനുഗ്രഹങ്ങളുമാണ് ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് കാട്ടിത്തന്നത്. മാസങ്ങൾക്ക് മുൻപ്, ഈ മഹാമാരിക്കെല്ലാം മുൻപ് ഞങ്ങൾ എത്രയോ സ്വതന്ത്രരായി ഇറങ്ങി നടന്നിരുന്നു, ജോലികൾ ചെയ്തിരുന്നു, സുഹൃത്തുക്കളെ കണ്ടുമുട്ടിയിരുന്നു, മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സന്ദർശിച്ചിരുന്നു. അന്നൊന്നും അതൊരു അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. എല്ലാം ഞങ്ങൾക്ക് സാധ്യമാണെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷേ കർത്താവേ, ഈ മഹാമാരിയുടെ ഇടയിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ തിരിച്ചറിയുന്നു എത്രയോ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് അങ്ങ് ഞങ്ങളെ മൂടിയിരുന്നതെന്ന്. ഈ അനുഗ്രഹങ്ങൾ കാണുവാൻ, അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കുവാൻ അവസരം തന്ന കർത്താവേ, മറ്റെന്നത്തേക്കാളും ഉപരിയായി ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ആശ്രയം അങ്ങയിലാണെങ്കിൽ അങ്ങെല്ലാം നന്മയ്ക്കായി ക്രമപ്പെടുത്തുന്നു. ഞങ്ങളുടെ ആശ്രയം അങ്ങയിലാണെങ്കിൽ അങ്ങെല്ലാം നന്മയ്ക്കായി ക്രമപ്പെടുത്തുന്നു. സകലവിധ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഞങ്ങൾ കണ്ടെത്തി. സകല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ കണ്ടെത്തി. എന്നാൽ ഇന്ന് ഈ മഹാമാരി ഞങ്ങളെ പഠിപ്പിക്കുന്നു എല്ലാത്തിനും ഉടയവനായവൻ്റെ അനുഗ്രഹമായിരുന്നു അതെല്ലാമെന്ന്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനങ്ങളായിരുന്നു അതെന്ന്. അത് മനസ്സിലാക്കുവാൻ, അങ്ങിൽ കൂടുതലായി ആശ്രയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവെ, ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങിലാണ് ഞങ്ങളുടെ ആശ്രയമെങ്കിൽ അങ്ങെല്ലാം നന്മയ്ക്കായി ക്രമപ്പെടുത്തുന്നുവെന്ന്. കർത്താവായ യേശുവേ, പണവും സ്ഥാനമാനങ്ങളുമാണ് വലുതെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ ചേർത്തു നിർത്തി ഒരുമിച്ച് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു അനേകം സമ്പത്തിനേക്കാളും, അനേകം സ്ഥാനമാനങ്ങളെക്കാളും, അനേകം സുഖം നൽകുന്ന സുഹൃത്തുക്കളെക്കാളും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ മക്കളും ഞങ്ങളെ ചേർത്തു നിർത്തുന്ന ഞങ്ങളുടെ കുടുംബവുമാണ് അങ്ങ് നൽകിയ അനുഗ്രഹമെന്ന്. കർത്താവേ, ആ കുടുംബത്തിലെ നന്മ കാണുവാൻ, ആ കുടുംബത്തിലെ മക്കൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലൂടെ വിശ്വാസത്തിന് മാതൃക നൽകുവാൻ, ഏതു സഹനത്തിലും അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള ധൈര്യവും ശക്തിയും നൽകുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങിലാണ് ഞങ്ങളുടെ ആശ്രയമെങ്കിൽ അങ്ങെല്ലാം നന്മയ്ക്കായി ക്രമപ്പെടുത്തുന്നുവെന്ന്. കർത്താവായ യേശുവേ, കുരിശു മരണത്തിന് മുന്നേ അങ്ങ് ഗത്സമനിയിൽ പ്രാർത്ഥിച്ച സംഭവം ഞങ്ങൾ ധ്യാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഭാവനയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സിനിമകളിലും ചിത്രങ്ങളിലും ഞങ്ങൾ അങ്ങയെ ദർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നു ഞങ്ങൾ അങ്ങയെ മനസ്സിലാക്കുന്നത് പോലെ അങ്ങയുടെ ഗത്സമനിയെ ഞങ്ങൾ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങയുടെ കുരിശിന് മുന്നിൽ നിന്നുകൊണ്ട് അങ്ങ് വേദനയോടെ പ്രാർത്ഥിച്ച് രക്തം പോലും വിയർപ്പായി വീണതിൻ്റെ അനുഭവം ഇന്നു ഞങ്ങൾക്കറിയാം. അനേകം ആളുകൾ ജോലി നഷ്ടപ്പെട്ട് ഭവനങ്ങളിൽ മടങ്ങിയെത്തിയപ്പോൾ, പഠനങ്ങൾ അനേകം മക്കളുടെ പഠനങ്ങൾ മുടങ്ങി അവർ വീടുകളിൽ ഇരിക്കുമ്പോൾ, തങ്ങളുടെ ബിസിനസ് എല്ലാം തകർന്നിരിക്കുമ്പോൾ, എല്ലാം ഉള്ളവർക്കും ഈ രോഗത്തിൻ്റെയും മഹാമാരിയുടെയും ഭയം വന്നു ചേരുമ്പോൾ, കർത്താവെ, ഇന്ന് ഞങ്ങൾ അറിയുന്നു എന്താണ് ഗത്സമനിയിലെ അനുഭവമെന്ന്. അങ്ങയുടെ മുന്നിലിരിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ ഗത്സമനി അനുഭവത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ.
കാരണം അങ്ങ്, ഞങ്ങളെ അറിയുന്നവനായ അങ്ങ്, ഞങ്ങളെ സ്നേഹിക്കുന്നവനായ അങ്ങ് എല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായി ക്രമപ്പെടുത്തുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയോടെ, ഈ തിരിച്ചറിവോടെ, ഈ ധ്യാനത്തോടെ 23-ാം സങ്കീർത്തനം വായിക്കുവാൻ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇരുപത്തിമൂന്നാം സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. അല്പസമയം നിശബ്ദമായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ടായ നന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തന ഭാഗത്തെ നമുക്ക് ധ്യാനിക്കാം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവേ, അങ്ങാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഈ മഹാമാരിയുടെ ഇടയിൽ ജോലി നഷ്ടപ്പെട്ടവരെ, ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ച ഓരോരുത്തരെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അവരോട് കൂടെയുണ്ടായി അവരെ അറിയുന്ന കർത്താവേ, ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക്
അങ്ങ് കടന്നു ചെന്ന് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ നഷ്ടങ്ങളിൽ, അവരുടെ തകർച്ചകളിൽ താങ്ങായി അങ്ങ് കൂടെയുണ്ടെന്ന് അവർക്ക് കാട്ടിക്കൊടുക്കണമേ എന്ന്, അങ്ങാണ് അവരുടെ ഇടയനെന്ന് അവരുടെ കുറവുകൾ നികത്തി അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ എന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. ഈ മഹാമാരിയുടെ ഇടയിൽ ഞങ്ങളുടെ ഒത്തിരി പേരുടെ പദ്ധതികൾ തെറ്റിപ്പോയിട്ടുണ്ട് കർത്താവേ. സാമ്പത്തികമായ പദ്ധതികൾ, ഞങ്ങളുടെ ജോലി സംബന്ധമായ പദ്ധതികൾ, മക്കളെക്കുറിച്ചുള്ള പദ്ധതികൾ, അങ്ങനെ ഒത്തിരിയേറെ പദ്ധതികൾ തെറ്റിപ്പോയി തളർന്നിരിക്കുന്ന ഓരോരുത്തരുടെയും ഇടയിലേക്ക് കടന്നു ചെന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ നിറച്ച് പ്രതീക്ഷ പകർന്ന് അവർക്ക് ഉന്മേഷം നൽകണമേ എന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. മഹാമാരിയുടെ അടയാളങ്ങൾ ഞങ്ങളുടെ വീടിനടുത്തു വരെ എത്തുമ്പോഴും, മരണത്തിൻ്റെ നിഴലുകൾ ഞങ്ങളുടെ അടുത്തു വരെ എത്തുമ്പോഴും ഞങ്ങൾ ഭയക്കുന്നു കർത്താവേ. ഈ ഭയത്തിനിടെ ഇടയിലേക്കും അങ്ങ് കൂടെയുണ്ടെങ്കിൽ, അങ്ങ് ഞങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടെന്ന ബോധ്യത്തിലേക്ക് വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അറിഞ്ഞു സ്നേഹിക്കുന്ന കർത്താവേ, ഈ മഹാമാരിയുടെ ഇടയിൽ അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കുവാൻ, സംരക്ഷണം മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. അങ്ങയുടെ ഊന്നുവടിയും തണ്ടും എനിക്കുറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട്, തങ്ങളുടെ ജോലിയും എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം ഭവനത്തിലേക്ക് ഒന്നുമില്ലാതെ തിരിച്ചു വരുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ആ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതങ്ങളിലേക്ക് പുതിയ പ്രതീക്ഷകളായി, സ്വപ്നങ്ങളായി അങ്ങ് കടന്നു വരണമേ എന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ മനുഷ്യരാണ്. അങ്ങിൽ പൂർണ്ണമായി വിശ്വസിക്കുമ്പോഴും തകർച്ചകളുടെയും വേദനകളുടെയും ഇടയിൽ അങ്ങയെ പോലും ഞങ്ങൾ സംശയിച്ചു പോയിട്ടുണ്ട്. ഈ മഹാമാരിക്കിടയിലും എല്ലാം നഷ്ടപ്പെടുമ്പോഴും കൈകളിലൂടെയെല്ലാം ഊർന്നു പോകുമ്പോഴും വിശ്വാസത്തിന് പോലും ഉലച്ചിൽ തട്ടിപ്പോകുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, വിശ്വാസത്തിൻ്റെ തൈലത്താൽ, പ്രതീക്ഷയുടെ തൈലത്താൽ, അഭിഷേകത്തിൻ്റെ തൈലത്താൽ അവരെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവേ,
അങ്ങയുടെ ആലയമെന്ന് ഞങ്ങൾ കരുതിയിരുന്ന ഞങ്ങളുടെ പള്ളികളെല്ലാം ശൂന്യമായിരിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങ് വസിക്കുന്നത് ഞങ്ങളുടെ ഹൃദയമാകുന്ന ആലയത്തിലേക്കാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയെ എന്നും സ്വീകരിക്കുവാൻ, എന്നും സൂക്ഷിക്കുവാൻ, അങ്ങയുടെ ആലയങ്ങളിലേക്ക് മടങ്ങിച്ചെന്ന് അങ്ങയുടെ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ, കൂദാശകൾ സ്വീകരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ട്, അവിടുത്തെ ആരാധിച്ചുകൊണ്ട്, അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. നമ്മൾ എവിടെയെല്ലാം ഇരുന്ന് അവിടുത്തെ ആരാധിക്കുന്നുണ്ടോ അവിടെയെല്ലാം അവിടുന്ന് നമ്മുടെ അടുത്തുണ്ട്, നമ്മോട് ചേർന്നിരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. ശിരസ്സ് കുനിച്ച് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമൊഴി നാഥനെ വാഴ്ത്തി പാടിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമീ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാ മിശിഹാതൻ ദിവ്യമിടം വാഴ്ത്തിടുവിൻ.
വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നന്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ